Hey guys, ഇന്ന് ഡേ 7 ആണ് ഓഫ് അവർ സെക്കൻഡ് ബോർഡ് പ്രിപ്പറേഷൻ സീരീസ്. ഇന്ന് എഗെയിൻ നമ്മൾ മലയാളം തന്നെയാണ് ചെയ്യുന്നത്. മലയാളത്തിലെ കടൽ തീരത്തും ലക്ഷ്മണ സാന്തനും, അതായത് ഫസ്റ്റ് 2 ലെസൺസ് ആണെന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കടൽ തീരത്ത് വെച്ച് തുടങ്ങി. ഓൾദോ ഞാനൊരു പോം ഫാൻ ആണെങ്കിലും എൻ്റെ ഈ ഇയറിലെ 10th ഗ്രേഡിലെ മലയാളത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലെസണുകളിൽ ഒന്ന് തന്നെയാണ് കടൽ തീരത്ത്. കാരണം ഒബ്വിയസ്ലി ആ ലെസൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇമോഷൻ ഉണ്ട് ആ ലെസണിൽ, അല്ലേ? നമ്മൾ വെള്ളായപ്പൻ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിനകത്ത് ഒരച്ഛൻ എന്ന നിലയിലും ഒരു മകൻ എന്നുള്ള നിലയിലും ഒക്കെ ഭയങ്കര ഒരു ഡെപ്ത് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയും കൂടിയാണിത്. ആൻഡ് ഓൾസോ നമ്മൾ പറയില്ലേ, ഈ ഭയങ്കര ഇൻകംപ്ലീറ്റ് ആണ് പക്ഷേ കംപ്ലീറ്റ് ആണ്, അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ലെസൺ. ഒരുപാട് അപൂർണങ്ങളായ മൗനങ്ങളുണ്ട്. ആൻഡ് അത് നമ്മൾ ഈ വായനക്കാർക്ക് തന്നെ അത് ഈ സ്വന്തമായിട്ട് അതിനെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ലെസൺ. ആൻഡ് അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് വായിച്ചിരിക്കാൻ. പക്ഷേ നമ്മൾ വായിച്ച അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്കും വായനക്കാരുടെ കണ്ണും നിറഞ്ഞു പോകട്ടോ. അത്രക്കും ഈ ഭാവതീവ്രം അർത്ഥഗർഭം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കഥയാണ്. അതുകൊണ്ട് അതെല്ലാം ഞാൻ നല്ല വൃത്തിക്ക് വായിച്ച് പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് വന്നത്. നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസകാരൻ OV വിജയൻ സാറിൻ്റെ കൃതിയാണ് കേട്ടോ ഈ കടൽ തീരത്ത്. അപ്പം അതിൻ്റെ പ്രൊഫൈൽ പഠിക്കുകയാണ് ഞാനിപ്പോൾ. പിന്നെ നമ്മൾ ഈ പ്രൊഫൈൽസ് എന്തായാലും പഠിക്കണം, കാരണം MCQലൊക്കെ എന്തായാലും വരും, അതുകൊണ്ടാണ് ഞാൻ അത് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോട്ട്സ് പഠിക്കാനിരുന്നു. നോട്ട്സ് പഠിക്കാമെന്ന് വെച്ചാൽ ഞാൻ വായിച്ചു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ട് തന്നെ. പക്ഷേ ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഈ 10th ഗ്രേഡിലെ ആ ഒരു സമയം ഭയങ്കരമായിട്ട് മിസ് ചെയ്യണു. ആ ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് റൂം ആണെങ്കിലും മെമ്മറീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു 10th. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ, നമ്മൾ സെക്കൻഡ് ബോട്ട്സിന് ആകെ 20 ദിവസത്തോളം തിരിച്ചറിയുമ്പം ആ മിസ്സിങ് എല്ലാം മാറി പേടിയും വരുന്നുണ്ട്. പക്ഷേ അതിനാണല്ലോ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ബോട്ട്സ് എന്തായാലും നല്ല വൃത്തിക്ക് കഴിഞ്ഞെങ്കിൽ സെക്കൻഡ് ബോട്ട്സ് നമുക്ക് എളുപ്പമായിട്ട് തീർക്കാൻ പറ്റും, അത്രയല്ലേ ഉള്ളൂ. സോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ലക്ഷ്മണ സാന്തനത്തിലേക്ക് ഇരുന്നു. ലക്ഷ്മണ സാന്തനം നമ്മൾ ഫുൾ പോയിം വായിച്ചാൽ തന്നെ എല്ലാം കത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ നോട്ട്സ് വായിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പോയിം ഫുള്ളൊന്ന് ആദ്യം തന്നെ ഇരുത്തി ഒന്ന് വായിച്ചെടുത്തു. പിന്നെ നമ്മൾ ഫസ്റ്റ് മുതലേ പഠിക്കുന്ന ലെസൺ ആയതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ല, കുറേ തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മീനിങ്സൊക്കെ ബാക്ക് പോയി വായിച്ചു. എഴുത്തച്ഛൻ്റെ പ്രൊഫൈൽ പിന്നെ പഠിക്കാൻ എനിക്ക് ഉണ്ടായില്ല, എനിക്ക് ഓൾറെഡി അറിയായിരുന്നു അതൊക്കെ. പിന്നെ നോട്ട്സും ഞാനൊന്ന് ഓടിച്ച് വിട്ടിട്ടേ ഉള്ളൂ, കാരണം ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പോകാൻ വായിച്ചാൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ടീച്ചറുടെ തന്ന കുറച്ച് MCQസും വായിച്ച് ഈ 2 ലെസണും ഞാൻ അങ്ങ് തീർത്ത് ഇന്നത്തേക്കുള്ള മലയാളം പഠിത്തം ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. ഇനി ഓരോ ദിവസത്തെ സ്റ്റഡി വ്ളോഗും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.